ശ്രീമതി ലക്ഷ്മിപ്രിയ, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അമ്മയിലെ പ്രശ്നങ്ങളൊക്കെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കേരള സമൂഹം വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഭിനേതാക്കളുടെ വെൽഫെയറിനായുള്ള ഒരു സംഘടനയാണ് അമ്മ. ഈ സംഘടന ഇപ്പോൾ ഒരു അധോലോക സംഘടനയാക്കി മാറ്റുന്നത് ആരാണ് ലക്ഷ്മിപ്രിയ? ആദ്യം തന്നെ പറയട്ടെ, ഇങ്ങനെയുള്ള പരാമർശങ്ങളും ഇങ്ങനെയുള്ള വാക്കുകളും ഇങ്ങനെയുള്ള ന്യൂസുകളും ഒക്കെ പുറത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഒരു പൊതുസമൂഹത്തിന് ചേരുന്നതോ ചർച്ച ചെയ്യുന്നതോ ആയിട്ടുള്ള നല്ല കാര്യങ്ങളല്ല ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും. അതിൽ ഇതിൻ്റെ ഒരു വൈസ് പ്രസിഡന്റ്, ഇതിൻ്റെ ഒരു കീ പോസ്റ്റിലിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ആ വിഷമം ഞാനിവിടെ ഇതിൻ്റെ ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് തുടക്കം മുതൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏക പ്രശ്നം എന്ന് പറയുന്നത് സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എന്ന് തന്നെയാണ്. ഡേ 1 തൊട്ട് എന്താണോ പറഞ്ഞത്, പല മീറ്റിങ്ങുകളും പല ഉത്തരവാദിത്തപ്പെട്ട പല കാര്യങ്ങളിലും ഞങ്ങൾ പറയാറുണ്ട്, നമ്മൾ സെക്രട്ടറി ഇത് ഞങ്ങളെ അറിയിച്ചിട്ടില്ല, ഇന്നൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, അക്കാര്യം പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന സമയത്തും അതിൽ നിന്ന് ഒരു മാറ്റവും ഈ ഓഗസ്റ്റ് മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓഗസ്റ്റിൽ ഞങ്ങൾ അധികാരത്തിലേറുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് EC മുതൽ ഞങ്ങൾ കണ്ടുവരുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, എന്തിനാണ് ഇത്ര ഈഗോ വെക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി വണ്ടിക്കൂലി ചിലവാക്കി നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഇത്ര 504 506 അംഗങ്ങളുള്ള സംഘടനയുടെ അസോസിയേഷനിലെ മെമ്പർമാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു ഈഗോ മാറ്റി വെച്ച് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സേവ ചെയ്യാനായിട്ട് പറ്റും. ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ഓർഗനൈസേഷൻ്റെ ചാരിറ്റി അസോസിയേഷൻ, അതുപോലെ മതപരമായിട്ടുള്ള പല സംഘടനകളുടെയും സന്യാസി മഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. നമ്മളൊക്കെ അവിടെ പോയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരുടെയും എച്ചിൽ പാത്രങ്ങൾ കഴുകുകയും അവർ ഉപയോഗിക്കുന്ന പായ മടക്കി വെക്കുകയും ആ പരിസരം വൃത്തിയാക്കാൻ കൂടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. ആ മനോഭാവം എന്താണോ ആ മനോഭാവത്തോട് കൂടി തന്നെയാണ് അമ്മയുടെ എന്നൊക്കെയാണ് നേരത്തെ, അതായത് ഒരു കാലത്ത് ഈ അമ്മ സംഘടനയെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും അവിടെ തമ്മിൽ തല്ലുന്ന മക്കളല്ലായിരുന്നു സത്യം പറയാലോ. അതിനുശേഷം ഭരണതലപ്പത്തേക്ക് സ്ത്രീകൾ വന്നു. ഇതിപ്പം പരസ്യ തല്ലാണ്. ശരിക്കും അമ്മയുടെ മക്കളിൽ ആരാണ് ശരി ശ്രീമതി ലക്ഷ്മിപ്രിയ? ഈ ഘട്ടത്തിൽ അങ്ങേക്ക് എന്താ തോന്നുന്നത്? അതായത് ഈ ജെൻഡർ വെച്ചിട്ട് സംസാരിക്കുന്ന അത്തരം പരാമർശങ്ങളോട് എന്നും എതിരായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാനൊക്കെ. ഇപ്പോഴാണല്ലോ മത്സരിച്ച് ഇതിൻ്റെ ഒരു തലപ്പത്തേക്ക് വരുന്നത്. പക്ഷേ അതിന് മുൻപാണെങ്കിൽ പോലും കൃത്യമായിട്ട് നമുക്ക് പറയാനുള്ള വോയിസ് അവിടെയുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാം. ജനറൽ ബോഡി വരുമ്പോൾ നമ്മൾ പറയുന്ന സജഷൻസും നിർദ്ദേശങ്ങളും നമ്മളുടെ അഭിപ്രായങ്ങളും ഒക്കെ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് അന്നുണ്ടായിരുന്ന പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പുരുഷ കേന്ദ്രീകൃതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പുരുഷനോ സ്ത്രീയോ ജെൻഡറിൻ്റെ പ്രശ്നമല്ല, അവരവരുടെ പെരുമാറ്റത്തിൻ്റെ പ്രശ്നമാണ് എന്ന് ഇപ്പം മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പർപ്പസ്ഫുള്ളി നമ്മളൊരു ഇന്ന ആൾക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ല. ക്ലിയർ കട്ടായിട്ട് വിത്ത് എവിഡൻസ് ആണ് നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ ഈഗോ, ഓരോരുത്തരുടെ ഫ്രസ്ട്രേഷൻസ്, ഞാൻ വലുത് എന്നുള്ള തോന്നൽ, അതുകൊണ്ടൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ സെക്രട്ടറി ഓരോ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം ഈ പെൺകുട്ടിയുടെ രാജി പോലും ഞങ്ങൾക്ക് ഫെബ്രുവരി 21-ാം തീയതി കിട്ടിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ മെയിലിലേക്ക് ആ കുട്ടി മെയിൽ ചെയ്തൊരു കാര്യം എങ്ങനെയാണ് ഇത് ഡിലീറ്റ് ചെയ്തു പോയത്? എങ്ങനെയാണ്? ആരാണ് അത് റിമൂവ് ചെയ്ത് കളഞ്ഞത്? ട്രാഷിൽ പോലും നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പം എങ്ങനെയാണ് അടുത്തൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് ടേക്കപ്പ് ചെയ്യാനായിട്ടുള്ളത്? ഞങ്ങളുടെ മുന്നിൽ ഒരു പേപ്പർ വേണ്ടേ? ഒരു പേപ്പർ വെച്ചിട്ടല്ലേ നമ്മൾ രണ്ട് മനുഷ്യർ വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുമോ? അതെ, വ്യക്തമാണ്. ശ്രീമതി ലക്ഷ്മിപ്രിയ, ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മീറ്റിങ്ങോ 2 മീറ്റിങ്ങോ അല്ല. അതായത് ഞങ്ങൾക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ഈ കുട്ടി ഇത് പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഓൺലൈൻ മീറ്റിങ്ങിൽ സെക്രട്ടറിയോ മറ്റ് ഈ എന്താ പറയുക രാജി കൊടുത്ത അൻസിബ ഹസൻ എന്ന് പറഞ്ഞ കുട്ടിയോ ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതിനുശേഷം മാർച്ച് 2-ാം തീയതി ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്നും ഈ കടലാസ് എടുത്തിട്ടില്ല. അതിനുശേഷം ഞങ്ങൾക്ക് മെയ്
മാസത്തിലാണ് ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരുന്നത്. ആ കമ്മിറ്റിയിൽ ഇങ്ങനൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ടല്ലോ, എന്താണ് കാര്യം എന്ന് മറ്റ് അംഗങ്ങൾ ചോദിക്കുമ്പോഴാണ് അങ്ങനെ ഒരു രാജിക്കത്ത് അൻസിബ തന്നിരുന്നു. പക്ഷെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അൻസിബ പറഞ്ഞു ജനറൽ ബോഡി വരെ തുടരാം എന്ന് പറഞ്ഞു എന്ന്. അപ്പോഴാണ് മറ്റ് അംഗങ്ങൾ ചോദിക്കുന്നത് അത് സെക്രട്ടറിക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? നമ്മളത് അങ്ങനെ ഒരു കത്ത് വന്നുവെങ്കിൽ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വെക്കണ്ടേ? ആ കമ്മിറ്റിയിൽ വെച്ചിട്ട് കമ്മിറ്റിയല്ലേ തീരുമാനിക്കേണ്ടത് ഈ കുട്ടിയെ തുടരാൻ അനുവദിക്കണോ, അല്ലെങ്കിൽ ജനറൽ ബോഡി വരെ മാത്രം തുടർന്നാൽ മതിയോ, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് പോകുന്നു എന്ന് കേൾക്കണ്ടേ? എന്നിട്ട് ഈ കുട്ടീനെ പ്രസിഡന്റ് വിളിക്കുന്നു, ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് സംസാരിക്കുന്നു. അപ്പോഴും ആ മോള് വളരെ ക്വയറ്റായിട്ട് വളരെ ഇതായിട്ട് ചേച്ചി ഞാൻ വളരെ തിരക്കിലാണ്, എനിക്ക് ഒട്ടും പറ്റാത്തത് കൊണ്ടാണ്, പ്ലീസ് അതൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ നന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഈ മാർച്ച് 2-ാം തീയതി വെച്ചു എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയില്ലേ, അന്നും ഈ കുട്ടി വന്നിട്ടുണ്ട്. ഓൺലൈനിലുണ്ടായിരുന്ന കമ്മിറ്റിയിലും ഈ കുട്ടി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് രാജിക്കത്ത് കൊടുത്തതിന് ശേഷവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് ആരും അറിയുന്നില്ല എന്നുള്ളത് എന്താണ്, അതിന് പറയേണ്ടത് എന്താണ്? ശരി, ഇപ്പം കാര്യങ്ങളൊന്നും അവിടെ സുതാര്യമല്ല, ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ശ്രീമതി ലക്ഷ്മിപ്രിയ, അങ്ങ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അങ്ങ് ഇപ്പം നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ടിനി ടോമാണ്. അദ്ദേഹത്തെ ന്യായീകരിച്ചാണ് അങ്ങ് സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം വായുവിൽ നിന്ന് ആരോപണങ്ങൾ ഉയർത്തി രാജിവെച്ച് പോകാൻ മാത്രം അപക്വമായ ഒരാളാണ് അൻസിബ എന്ന് കരുതുന്നില്ല. അവർ പറഞ്ഞത് കേട്ടാൽ അത് അറപ്പുളവാക്കുന്ന കാര്യങ്ങളിൽ മനം മടുത്താണ് അവർ രാജിവെച്ചതെന്നാണ്. താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി എന്തെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടോ? അതായത് ഞങ്ങൾക്ക് മീറ്റിംഗ് ചേരേണ്ടത് അത്യാവശ്യമാണ്. അതായത് വായുവിൽ നിന്ന് ഇന്നലെ വരെ ഇല്ലാത്തൊരു പരാതി എവിടുന്ന് വന്നു എന്ന് ഞങ്ങൾക്കും അന്വേഷിക്കണ്ടേ? ഇത് വായുവിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് വരെ ഇല്ലാത്തൊരു കാര്യം എവിടുന്ന് ഇത് വന്നു എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് അന്വേഷിക്കണം. ഈ ടിനി ടോം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന വ്യക്തി നീന കുറുപ്പാണ്. ഈ നീന കുറുപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും എതിരെ പരാതികൾ കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയല്ലേ? അപ്പോൾ ഈ ടിനി ടോമിനെതിരെ നിരന്തരം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഇൻചാർജ് ഓരോരോ വിങ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇത്രയും ഡ്യൂട്ടീസ് ഇന്ന ആൾ ചെയ്യണം, ഇത്രയും ഡ്യൂട്ടീസ് ഇന്ന ആൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൗസ് കീപ്പിംഗ് സെക്ഷൻ്റെ ഹെഡ് ഞാനാണ്. അവിടെ എന്ത് മെയിൻ്റനൻസ് വന്നാലും, ഒരു ബൾബ് മാറ്റണമെങ്കിൽ പോലും, ഒരു പുല്ല് പറിക്കാൻ ആളിനെ കൊണ്ടുവരണമെങ്കിലും അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ എൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ടിനി ചേട്ടൻ. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ക്യാമറ ആക്സസ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വരെ മേടിച്ചിരുന്നില്ല. അവിടെ രാത്രിയിൽ 8 മണിക്ക് ശേഷം സെക്രട്ടറി വരുന്നു, അതിനുശേഷം 12 മണി വരെ അവിടെ ആൾക്കാർ വരുന്നു. 5 മണിക്ക് ശേഷം വരുന്ന ആൾക്കാരുടെ റെക്കോർഡ്സ്, അവരുടെ രജിസ്റ്ററിൽ വരുന്ന വിസിറ്റേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ടാവുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആരെങ്കിലും വേറൊരാൾ, സെക്രട്ടറിയും ട്രഷറർക്കും മാത്രമാണ് ഇതുവരെ ക്യാമറ ആക്സസ് ഉണ്ടായിരുന്നത്. ആ ക്യാമറ ആക്സസ് വേറൊരാൾക്കും കൂടി വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് വേണ്ട, കാര്യം ഞാൻ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഹെഡൊക്കെയാണ്, പക്ഷെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ടിനിച്ചേട്ടൻ പറഞ്ഞു എനിക്ക് വേണം, ഞാൻ നോക്കിക്കോളാം, ആരാണ് ഇവിടെ, എന്തിന് 8 മണിക്ക് ശേഷം ഒരു ഓഫീസ് എന്തിനാണ് തുറന്നിരിക്കുന്നത്? എന്തിനാണ് 8 മണിക്ക് ശേഷം 5 മണി വരെയാണ് ഓഫീസ് ടൈം. ഞങ്ങളുടെ ബൈലോയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ആ 5 മണിക്ക് ശേഷം ആര് വരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാൻ ഞങ്ങൾക്ക് മാർഗങ്ങളില്ല. രജിസ്റ്ററിൽ എഴുതി വെക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, വിസിറ്റേഴ്സ് ലിസ്റ്റിൽ പേരില്ല. അപ്പോൾ ടിനിയേട്ടൻ പറഞ്ഞതാണ് ഞാൻ നോക്കിക്കോളാം, എനിക്ക് തരൂ, എനിക്ക് ആക്സസ് വേണം എന്ന് ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ടിനി ടോം അത് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ശ്രീമതി നീന കുറുപ്പ് ടിനിക്കെതിരെ പുതിയ ഒരു പരാതിയുമായിട്ട് വരുന്നത്. ഇതൊരു പ്രസക്തമായ ഒരു കാര്യമാണ്. അതിനുശേഷമാണ് ഇന്നലെ ഒരു ബോംബിടുന്നത് പോലെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ രാജിയിലേക്ക് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ ഹസന്റെ പ്രസ്താവന നിങ്ങളെ ഓരോരുത്തരെയും പോലെ തന്നെ ഞങ്ങളും ഈ ന്യൂസിൽ തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇപ്പം ശ്രീമതി ലക്ഷ്മിപ്രിയ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളിൽ പരിഹരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അത് ഇത്ര കണ്ട് പുറത്തറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രസിഡന്റ് ശ്വേത മേനോൻ അടക്കം നിഷ്ക്രിയ നേതൃത്വമാണെന്ന് പറയേണ്ടി വരുമോ? പേരെന്താ പറഞ്ഞ? സേതുലക്ഷ്മി എന്നല്ലേ പേര് പറഞ്ഞത്? സേതുലക്ഷ്മി എന്നല്ലേ സേതുലക്ഷ്മി. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സെയിം കാര്യം തന്നെയല്ലേ. ഒരു പരിഹരിക്കണമെങ്കിൽ ഒരു പേപ്പർ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാവേണ്ടേ? എന്തെടുത്ത് വെച്ചിട്ടാണ് പരിഹരിക്കേണ്ടത്? അൻസിബ മുമ്പ് ഒരു ആരോപണം, ഫസ്റ്റ് മീറ്റിംഗിൽ ആരോപണം പറഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം തന്നെ ആ പറയപ്പെട്ടു എന്ന് പറയുന്ന കുട്ടിയെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അൻസിബയുടെ കരച്ചിലും ഈ കുട്ടിയുടെ കരച്ചിലും ഒക്കെ കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആ മീറ്റിംഗ് ഹാളിൽ നിന്ന് ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോയിട്ടുണ്ട്. ഫസ്റ്റ് മീറ്റിംഗിൽ അൻസിബ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. ഈ ഏത് കേറ്ററേഴ്സാണ് ഫുഡ് ചെയ്യുന്നത്, ഇത് ഫ്രീ ആണോ അല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അൻസിബ കരഞ്ഞപ്പോൾ ആ അൻസിബയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ലക്ഷ്മിപ്രിയ. നിങ്ങൾ ചോദിച്ചു നോക്കൂ,
അൻസിബ കഴിക്കാതിരുന്നിട്ട് ഞാനും ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണ് പരിഹരിക്കേണ്ടത്? ഒരു കത്ത് കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് ഇത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. ശ്രീമതി നീന കുറുപ്പിന്റെ പരാതി വരുന്നത് മെയ് 12-ാം തീയതിയാണ്. മെയ് 12-ന് ശേഷം ഞങ്ങൾക്ക് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങുകൾ ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് പരിഹരിക്കേണ്ടത്? ഇനി അടുത്ത മീറ്റിങ്ങിനല്ലേ ഞങ്ങൾക്ക് ഈ ലെറ്റർ എടുക്കാൻ പറ്റുള്ളൂ. ഇത് 17 പേരുള്ള സംഘടനയിൽ 17 പേര് 17 സ്ഥലത്ത് ജീവിക്കുന്ന ഇവരെ എല്ലാവരും കൂടെ ചേർന്ന കമ്മിറ്റിയിൽ അപ്പം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആളുകൾ അവിടെ ഒരു സുതാര്യത ഇല്ലെന്നല്ലേ ഇപ്പം വ്യക്തമാകുന്നത്. സെക്രട്ടറി അറിഞ്ഞ കാര്യം പ്രസിഡന്റ് അറിയുന്നില്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അറിയുന്നില്ല. തീർച്ചയായിട്ടും സുതാര്യതയില്ല. അതെ, തീർച്ചയായിട്ടും 100%. ഇതിന്റെ സുതാര്യതയില്ലായ്മ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് പ്രസിഡന്റിന് താഴോട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഞങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മീറ്റിംഗ് ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിവിടെ IFFKക്ക് വേണ്ടിയിട്ട് ഫുഡ് നമ്മൾ ഡിന്നർ പ്ലാൻ ചെയ്തല്ലോ. വൈസ് പ്രസിഡന്റായ ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് ട്രെയിനിൽ ട്രിവാൻഡ്രത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഒരു മെമ്പറായ ശ്രീയ രമേശ് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക, ലച്ചു എവിടെയാണ് നമ്മുടെ പ്രോഗ്രാം എവിടെയാണ്? അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇവർ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ വെന്യൂ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ മെസ്സേജ് അയച്ച് സംസാരിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ നിലവിൽ അവിടെ ഒരു പരാതി ഉണ്ടല്ലോ നീന കുറുപ്പിന്റെ, അതിലെന്താണ് സ്റ്റാറ്റസ്? അത് സംസാരിച്ചിട്ടുണ്ടോ, ചർച്ചയാക്കിയിട്ടുണ്ടോ? സേതുലക്ഷ്മി, നീന കുറുപ്പിന്റെ പരാതി ഞങ്ങൾക്ക് ഈ മെയ് മാസത്തിൽ 2 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. ഈ 2 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങുകൾക്കും ശേഷമാണ് നീന കുറുപ്പിന്റെ പരാതി അവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ ടേക്കപ്പ് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ആരോപണങ്ങൾ സത്യമാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. അതിൽ സ്ത്രീകൾ നയിക്കുന്ന ഒരു സംഘടനയാണ് ഇപ്പം അമ്മ എന്ന് പറയുന്നത്. ഈ ചലച്ചിത്ര ആളുകളുടെയൊക്കെ, ചലച്ചിത്ര പ്രവർത്തകരുടെയൊക്കെ ഒരു വലിയ സംഘടന, അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് സ്ത്രീകളാണ്. ഒരു ഭരണമാറ്റം വന്നു, അവിടെ ഒരു സ്ത്രീ തന്നെ പരാതിപ്പെടുന്നു. ഒരു പുരുഷനാൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവരൊരു പരാതി തന്നു. ആ പരാതി നിങ്ങളുടെയൊക്കെ മുന്നിലുണ്ട്. അപ്പം അതിന് ഇനിയും എന്തിനാണ് കാലതാമസം? ഇപ്പോൾ ആ സെക്കൻഡിൽ തന്നെ നടപടികൾ തുടങ്ങണ്ടേ? അതിൽ എന്താണെന്ന് അറിയാൻ ശ്രമിക്കണ്ടേ? അതിനടുത്തൊരു കമ്മിറ്റി വരെ എന്തിനാണ് ആ സെക്കൻഡിൽ? അതായത് ഞങ്ങൾക്ക് അങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുത്താൽ ഞങ്ങളുടെ സെക്രട്ടറിയും ഞങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞങ്ങൾക്ക് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റില്ല. അതായത് നമ്മൾക്ക് ഒരു മീറ്റിങ്ങിൽ ഈ കത്ത് വെച്ച് ഇന്നയാൾക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട്, ഇതിൽ നിങ്ങളുടെ വേർഷൻ എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഇത് പറയാനുള്ളത് എന്ന് പറഞ്ഞ് 2 കൂട്ടരെയും ഞങ്ങൾക്ക് കേൾക്കണം. അത് അന്ന് സാക്ഷികളായിട്ട് ഇത് എവിടെ വെച്ചാണ് ഇത് നടന്നത്? ഒരു കോടതിയാണെങ്കിലും ഒരു പോലീസിലാണെങ്കിലും ഇങ്ങനെയല്ലേ നടക്കുകയുള്ളൂ? ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാവില്ലേ? ഇതൊരു എൻക്വയറി ചെയ്യില്ലേ? അല്ലാതെ അങ്ങോട്ട് തീരുമാനങ്ങൾ എടുത്ത് ടിനിക്കെതിരെ നീന പരാതി തന്നിട്ടുണ്ട്, ടിനീനെ അങ്ങ് പിരിച്ചുവിടാന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് ടിനിയെന്നോ നീനയോ എന്നല്ല, ആർക്കെതിരെ പരാതി ഉണ്ടെങ്കിലും നമ്മൾക്ക് 2 പേരെയും കേൾക്കാണ്ട് എടുക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. നമുക്കത് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതെന്ത് ന്യായമില്ലാത്ത ചോദ്യമാണ് സേതുലക്ഷ്മി. നമ്മൾ എവിടെ പോയാലും ഇപ്പൊ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ എന്ത് ചെയ്യും? നമ്മളെ വിളിപ്പിക്കും അല്ലേ? നിങ്ങൾ അവിടെ നിന്നും പിരിച്ചു വിടണമെന്നോ നടപടി എടുക്കണമെന്നല്ല, അതിൽ ഒരു ചുവട് വെക്കില്ലേ? എന്താ സംഭവം എന്ന് അന്വേഷിക്കില്ലേ നമ്മൾ? തീർച്ചയായിട്ടും സേതുലക്ഷ്മി, എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ആസ് എ വൈസ് പ്രസിഡന്റ് ഞാൻ പറയുന്നു, ഇന്നലെ മീഡിയയിലൂടെയാണ് നീന കുറുപ്പ് ടിനിച്ചേട്ടനെതിരെ ഇങ്ങനൊരു പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നത് തന്നെ. ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞ് ഞങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പം ഞങ്ങളുടെ ഓഫീസിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്നലെയും ഇന്നുമായിട്ട് ഞങ്ങളുടെ അംഗങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വന്ന് ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നടന്നിട്ട് ഇതൊന്ന് കഴിഞ്ഞാലല്ലേ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് പരാതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പരാതി ഞാൻ വായിച്ചിട്ടില്ല, അതിനെപ്പറ്റി എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാലും ഞാൻ ഈ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നീന കുറുപ്പ് പറയുന്നത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഞങ്ങളുടെ കുടുംബസംഗമം നടക്കുന്ന ഫെബ്രുവരി 12-ാം തീയതിയാണ് കുടുംബസംഗമം ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 11-ാം തീയതി ഇവരെ അടിക്കാൻ വന്നു, ഇവരെ ചീത്ത വിളിച്ചു എന്നാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ഞാൻ കണ്ടത് നീന കുറുപ്പ്
അപ്പോൾ ടിനി ടോമിനെ തെറി പറയുന്നതും ഒരു ഹിസ്റ്റീരിയ ബാധിച്ച ഒരു വ്യക്തിയെ പോലെ ഉറഞ്ഞു തുള്ളുന്നതുമാണ് കണ്ടത്. അതിനുശേഷമാണ് ടിനി ഓടി അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ടിനിയോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ് ടിനിയെ മാറ്റി നിർത്തുന്നു. അതിനുശേഷം നീന ചാടി സ്റ്റേജിലേക്ക് വരികയാണ്. ഈ നീനയെ പിടിച്ചു നിർത്തിയ വ്യക്തി ഞാനാണ് സേതുലക്ഷ്മി. അപ്പോൾ അത് ഞാൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. ഞാനും ടിനി ടോമിനെ വേണ്ടി വെറുതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ടിനി ടോമും നീനാക്കുറുപ്പും മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. പുറത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കേറ്ററേഴ്സ് ഉണ്ട്, പിന്നെ എന്താണ് ഞങ്ങൾക്ക് പിന്നെ ക്യാമറ ക്രൂ ഉണ്ട്, എഡിറ്റേഴ്സ് ഉണ്ട്, ലൈറ്റ്സിൻ്റെ ആൾക്കാരുണ്ട്, കോസ്റ്റ്യൂംസിൻ്റെ ആൾക്കാരുണ്ട്, ഫാഷൻ ഷോയുടെ ആൾക്കാരുണ്ട്, എന്താണ് പിന്നെ ഡാൻസിൻ്റെ ആൾക്കാരുണ്ട്. ബിജു ധ്വനിതരംഗാണ് നമ്മുടെ ഡാൻസ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓൾ ക്രൂ അവിടെ ഉണ്ട്. ഇത് ഒരാൾക്കോ രണ്ടുപേർക്കോ മുന്നിൽ നടന്ന കാര്യമല്ല, ഇത് 150 പേർക്ക് മുന്നിൽ നടന്ന കാര്യമാണ്. ആ കാര്യമാണ് ഇനി എന്നെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട്. നോക്കൂ, ഇത് ഫെബ്രുവരി 11 തീയതിയാണ് നടക്കുന്നത്. മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, മെയ് 12 നീനാക്കുറുപ്പ് പുതിയതായിട്ടൊരു പരാതി കൊണ്ടുവരുന്നത്. ഈ പരാതി ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ 2 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങുകളും കഴിഞ്ഞു പോയിരുന്നു. ഇന്നലെ മീഡിയയിലാണ് നീനാക്കുറുപ്പ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോ ഒരു പരാതി ഹിൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു അങ്ങ് എന്ന് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. അപ്പൊ നിലവിൽ അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്? മകളെ പോലെ പരിഗണിക്കുന്ന ഒരാൾക്കെതിരെ പരാതിപ്പെടാൻ മാത്രം ഗൗരവതരമായ സാഹചര്യം ചെയ്തിരുന്നു സേതുലക്ഷ്മി. അതായത് ഈ പെൺകുട്ടി എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ്. ഒരു മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് അയച്ചു. നമുക്ക് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു, എൻ്റെ വീട്ടിൽ മിക്ക ദിവസവും വരുന്നൊരു കുട്ടിയാണ്. അപ്പം മെസ്സേജ് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വാട്ട് ഈസ് ദിസ് എന്ന് നമ്മൾ ചോദിക്കില്ലേ? ചോദിച്ചു കഴിയുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ അവർ ബാധ്യസ്ഥയാണ് അല്ലേ? എൻ്റെ ഫോണിലേക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സാവാച അറിയാത്ത എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അത് എന്ത് കാര്യമാണ് എന്ന് എനിക്ക് ഇന്നും നിശ്ചയമില്ല. പോലീസുകാർ ചോദിച്ചിട്ട് പോലും അൻസിബ ഹസൻ സത്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡ് അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് അത് ചോദിക്കുകയും എന്താ ലക്ഷ്മി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അൻസിബയോട് ചോദിക്കാത്തത്, എന്തുകൊണ്ടാണ് അൻസിബ ഇങ്ങനൊരു മെസ്സേജ് അയച്ചത് എന്ന് ചോദിച്ചിട്ട് പല ആവർത്തി ഞാൻ ആ കുട്ടിയെ കോൺടാക്ട് ചെയ്തു. ആ കോൺടാക്ട് ചെയ്ത മുഴുവൻ ലിസ്റ്റും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അവസാനം എൻ്റെ ഹസ്ബൻഡ് കോൺടാക്ട് ചെയ്യുന്നു. ഈ കുട്ടി റെസ്പോണ്ട് ചെയ്തിട്ടില്ല. IFFKയുടെ മീറ്റിങ്ങിന് ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട്, ശ്രീനിയേട്ടൻ മരിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. ആ അവസരങ്ങളിലെല്ലാം ഞാൻ ഈ കുട്ടിയുടെ കയ്യും കാലും പിടിച്ച് പറയുന്നുണ്ട്, മോളെ വീട്ടിലത് ജയ്ഷേട്ടന് കുറച്ച് പ്രശ്നമാവുന്നുണ്ട്, നീ ഇതിനെന്താണ് നീ കണ്ടത്, നീ എന്താണ് കേട്ടത്, നീ എന്താണ് അറിഞ്ഞത്, നീ എന്തറിഞ്ഞെങ്കിൽ അത് ഉറപ്പായിട്ട് നീ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞോളൂ, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അതിനോടൊന്നും പ്രതികരിച്ചില്ല. ഈ കുട്ടി എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ലക്ഷ്മി ചേച്ചി എന്തിനാണ് ആ മെസ്സേജ് അതിൽ ഇട്ടിരുന്നത്, എന്തിനത് ജയ്ഷേട്ടനെ കാണിച്ചു, അത് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തില്ല എന്നാണ് ഈ കുട്ടി എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അപ്പം എനിക്കിത് ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നിയില്ല എന്ന് ഞാൻ പറയാണ്. അതിനുശേഷം ഇവിടുത്തെ പ്രശ്നങ്ങൾ കുറച്ച് വേഴ്സ്റ്റായി, അത് വഷളായി, തർക്കങ്ങളായി, അങ്ങനെ അത് പ്രശ്നങ്ങളിലേക്ക് പോയപ്പം എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. എനിക്കിത് പരിഹരിക്കാൻ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല, എൻ്റെ അമ്മ വേറൊരു സ്ഥലത്താണ് ഉള്ളത്, കായംകുളത്താണ് എൻ്റെ അമ്മ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും ട്രിവാൻഡ്രത്താണ്. അപ്പം ആരും ഇതൊന്ന് വന്ന് പെട്ടെന്ന് പരിഹരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോയിട്ട് അൻസിബയ്ക്കെതിരെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവർ ജനുവരി 30 അവിടെ ഹാജരായിട്ടുണ്ട്. അന്ന് തന്നെ എന്നെ സംബന്ധിച്ച് ഇതൊരു പരാതിയായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അല്ലായിരുന്നു എൻ്റെ ആവശ്യം. എൻ്റെ ആവശ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ കുട്ടി എന്തറിഞ്ഞു എന്നൊന്ന് തുറന്ന് പറയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വന്നു, അതിനപ്പം തന്നെ പരിഹാരം ഉണ്ടാക്കി, അത് എഴുതി വെച്ചു, അത് കൺക്ലൂഡ് ചെയ്ത് പോയി. ഈ മാറ്റർ ജനുവരി 30 കഴിഞ്ഞാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസമായി. ഇപ്പോൾ ഇന്നലെയാണ് ഇത് പൊട്ടിമുളച്ചതുപോലെ എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു, വ്യാജ പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ സത്യാവസ്ഥ പ്രൂവ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ശരിക്കും ഞങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ ഇപ്പം ഇത്രയും വഷളായി സമൂഹം മുഴുവൻ ഇത് സംസാരിക്കുന്നുണ്ട്. ഇപ്പം നാളത്തെ പത്രങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നുമായിരിക്കും ഈ അമ്മയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ. വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്താണ് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ? ദയനീയമെന്ന് എനിക്ക് പറയാനുള്ളൂ.
പരമദയനീയം, പരമ കഷ്ടം, വളരെ വേദനയുണ്ട്. ഇപ്പോൾ അൻസിബയോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജസും ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ് ഞാൻ ഈ നിമിഷം വരെ എൻ്റെ മനസ്സിലൊന്നുമില്ല. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ചേച്ചി ഇന്നതിൻ്റെ പേരിലാണോ ഈ കേസ് കൊടുത്തത് എന്ന് അൻസിബയ്ക്ക് ഞങ്ങളോട് വിളിച്ച് ചോദിക്കാമല്ലോ. മോളെ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ കുട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ അമ്പലത്തിലെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കുട്ടി ഇതിനെ എതിർത്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ കേസ് കൊടുത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ 4 വരിയിലാണ് എൻ്റെ പരാതിയുള്ളത്. വേറെ ഒരു കാര്യങ്ങളും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. വേറെ ഒന്നും എനിക്ക് ആ കുട്ടിയെക്കുറിച്ച് പരാതി ഇല്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് പറയുക? എനിക്ക് ആ മോളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ ആ കേസ് കൊടുത്തത്. ആ കുട്ടി വന്നൊന്ന് സംസാരിക്കുമായിരുന്നെങ്കിൽ അത് മുഖത്തോട് മുഖം നോക്കി സംസാരിച്ച് അത് കഴിഞ്ഞു പോയേനെ. അറ്റ്ലീസ്റ്റ് ഫോണിലെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അത് കഴിഞ്ഞു പോയേനെ. അത് ചെയ്തിട്ടില്ല. എന്നിട്ട് വളരെ നല്ല കുട്ടിയായിട്ട് എന്തൊക്കെയാണ് മതം, തീവ്രവാദം, ഇത് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാണക്കേടും ചീത്തപ്പേരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആരാണ്? ഞങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ ഇതിന് എല്ലാ പ്രോബ്ലംസും നേരിട്ട വ്യക്തി ഞാനാണ്. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ കുട്ടിക്കെതിരെ മോശമായിട്ട് ഏതെങ്കിലും അംഗങ്ങളോടെങ്കിലും സ്വകാര്യത്തിൽ പോലും ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരാളെ വിഷമിപ്പിക്കുക അല്ലെങ്കിൽ ഒരാൾക്കെതിരെ കേസുമായിട്ട് പോകുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം. എനിക്ക് എൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഈ സമൂഹം ഇങ്ങനെ എന്താ പറയുക വലിച്ചഴിക്കപ്പെട്ട് ഞാനും അതിനകത്ത് ഇൻവോൾവായി എനിക്കും വന്നിങ്ങനെ പറയേണ്ടി വന്ന് അതൊക്കെ വളരെ വിഷമമുള്ള കാര്യമാണ്. കാരണം ഇത് അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഘടനയല്ല. ഞങ്ങളുടെ ഒരു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വെൽഫെയറിന് വേണ്ടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ഈ ശേഷം സ്റ്റേജിൽ താങ്കളടക്കമുള്ള ആളുകൾക്ക് കഴിയട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്.